ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിൽ ഒരു ഗുജറാത്തി സ്നാക്കാണ് കേട്ടോ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഡോക്ല എന്ന പേര്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇതേപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു റെസിപ്പി കൂടിയിട്ടാണ്. നമ്മൾ ഇഡലിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ആവിയിൽ വെച്ചിട്ട് നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കുന്നത്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന റെസിപ്പി കൂടിയിട്ടായിരിക്കും. പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്, അതുപോലെ കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. ഇതിനായിട്ട് നമ്മൾ ആദ്യം കടലമാവാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ട് ചലിച്ചെടുക്കണം, എന്നാലേ അത് കട്ടയൊക്കെ ഉടഞ്ഞിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ നന്നായിട്ട് ചലിച്ചെടുക്കാം കേട്ടോ. ഈ കടലമാവിലേക്ക് നമുക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പൊടിച്ച പഞ്ചസാര വേണം ഇതിലേക്ക് ചേർക്കാൻ. പഞ്ചസാര ഒന്ന് ജസ്റ്റ് മിക്സിലൊന്ന് പൊടിച്ചാൽ മതി, അത് ചേർത്ത് കൊടുക്കുക. ഞാനിതിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് കേട്ടോ, അതുകൂടെ ചേർത്ത് കൊടുക്കുക. കായത്തിൻ്റെ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇഞ്ചിയും പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആവണം. ഈ പൗഡറും ഈ ഇപ്പോൾ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഒന്നിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കരുത്. നമ്മൾ ദോശമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ മാവ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാവ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിനി ഇതിലേക്ക് ലേശം റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. റിഫൈൻഡ് ഓയിൽ തന്നെ യൂസ് ചെയ്യണം, കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത് കേട്ടോ. റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്, ഒരു ഫ്ലേവറും ഒക്കെ വരുന്നത്. അതൊഴിച്ചിട്ട് വീണ്ടും ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ഡോക്ലയുടെ മാവ് എപ്പോഴും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കണം. അപ്പോഴേ ഡോക്ല നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണമല്ലോ, അപ്പോൾ വെള്ളം കുറച്ചായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 3/4 ഗ്ലാസ് വെള്ളം ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മാവിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 15 to 20 മിനിറ്റ് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. നമുക്ക് സ്റ്റീമർ യൂസ് ചെയ്യുക, ഇഡലി പാത്രം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ ഒരു കടായി യൂസ് ചെയ്യുക. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് സോഡാ പൗഡർ ചേർത്ത് കൊടുക്കാം. സോഡാ പൗഡർ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സോഡാ പൗഡർ ചേർത്തതിന് ശേഷം ഉടനെ തന്നെ ഇത് കുക്ക് ചെയ്തിട്ടെടുക്കണം, അല്ലാതെ വീണ്ടും അത് റെസ്റ്റ് ചെയ്യാൻ വെക്കരുത്. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ ആ പാത്രത്തിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഈ കടലമാവിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ എണ്ണ തടവുന്നതും റിഫൈൻഡ് ഓയിൽ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞല്ലോ ഇഡലി പോലെ തന്നെയാണ് കുക്ക് ചെയ്തെടുക്കണമെന്ന്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വെള്ളം നേരത്തെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലൊരു സ്റ്റാൻഡ് വെച്ചു. എന്നിട്ട് ഈ കടലമാവിൻ്റെ കൂട്ടൊഴിച്ചിട്ടുള്ള പാത്രം വെച്ചു. എന്നിട്ട് അതിനെ മൂടി വെച്ചതിന് ശേഷം ആദ്യം നമ്മളൊരു 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഒരു 25 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ഡോക്ല റെഡി ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് മാവ് ഈ സ്പൂണിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടും. അപ്പോൾ ഡോക്ല റെഡിയായി നിർത്തും. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. എന്നിട്ട് ഗ്യാസ് സ്റ്റൗ ഒന്ന് മാറ്റിയതിന് ശേഷം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഈ സൈഡൊക്കെ ആദ്യം ഒന്ന് നമുക്ക് അടർത്തിയെടുക്കാം. ഇതുപോലെ കത്തി യൂസ് ചെയ്തിട്ട് നമുക്കിനി ഇതിനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ നമ്മളതിനൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാൻ. സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടും നല്ല സ്പഞ്ചി ആയിട്ടുള്ള ഡോക്ല നമുക്കിതുപോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമുക്കിനി ഇതിന് താളിച്ചെടുക്കാനും കൂടിയിട്ട് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. താളിച്ചെടുക്കണം, അതും കൂടെ കാണിക്കാം. ഒരു പാന് ചൂടായിട്ട് വരുമ്പോൾ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക.
എന്നിട്ട് വീണ്ടും നമ്മളിതിലേക്ക് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം. അത് ചേർത്തിട്ട് നമുക്ക് ലേശം കടുക് ചേർത്ത് കൊടുക്കണം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്കൊരു 3 പച്ചമുളക് കീറിയിട്ട് ചേർത്ത് കൊടുക്കുക. മുളക് നന്നായി മൂത്ത് വരുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിലേക്കൊരു 3/4 ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്തിട്ട് നമുക്കിതിലേക്ക് ഇനി കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരുപാട് ഉപ്പാവരുത്, നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. കുറച്ച് ഒരു 1/2 സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം. 1 മുറി നാരങ്ങയുടെ നീരാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കാം. എന്നിട്ട് അതൊന്ന് വാമാവുമ്പോൾ, ഒരുപാട് തണുക്കരുത്, ഒന്ന് വാം ആകുന്ന സമയത്ത് നമുക്കിതിന് ഡോക്ലയുടെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ മുളകും അതുപോലെ വേപ്പിലയും അതെല്ലാം കൂടെ ഇതുപോലെ മുകളിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ചെറുതാക്കിയിട്ട് അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഈ വെള്ളമൊക്കെ ഈ ഡോക്ല വലിച്ചെടുക്കുമ്പോൾ ആ ഡോക്ലയ്ക്ക് ഈ വെള്ളത്തിലുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ടേസ്റ്റും കൂടെ വരും. അങ്ങനെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അത്. കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് അറിയിക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഒരു നോർത്ത് ഇന്ത്യൻ സ്നാക്കാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.